ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളും ഒത്തിരി ഹാപ്പി ആയിട്ടോടെ ഇരിക്കണം. ഇപ്പം എല്ലാവരും പ്ലേ ടൈമാണ്. രാത്രി ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും കളിക്കാനായിട്ട് വിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സാഷ കുട്ടീനെ കുറേ പേര് കുറച്ച് നാളായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 9 ദിവസം 10 ദിവസത്തോളമായി. അതിൽ മെയിൻ കാരണം എനിക്ക് എക്സാം ആയിരുന്നു. രണ്ടാമത്തെ കാരണം ഞാൻ മാനസികമായിട്ട് തീരെ ഓക്കെ ആയിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ ആക്കിയിരുന്നുള്ളൂ. യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ആക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. കാരണം എല്ലാവർക്കും നമ്മുടെ അവസ്ഥ അറിയുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ചിരിച്ച് കളിച്ച് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. എല്ലാവർക്കും പലരും പരാതികൾ പറയുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ ഫിനാൻഷ്യലി എപ്പോഴും നമ്മൾ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഡൊണേഷൻസ് മാത്രം ഇതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പരത്തുന്നുണ്ട് കുറേ പേര്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സംഭവം, ഇത് ശരിക്കും പറയണമെങ്കിൽ ഇതൊരു ഷെൽട്ടറാണ്. ഇതെൻ്റെ ഒരു ബിസിനസ് അല്ല. ഇത് എല്ലാവരും കുറേ പേര് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം. ഞാൻ എൻ്റെ ഒരു ഏജിൽ എന്നെ കഴിയാവുന്ന രീതിക്ക് മക്കൾക്ക് നല്ലൊരു അഭയം എന്നുള്ളൊരു സംഭവമാണ് ഞാനിപ്പോൾ നിലവിൽ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എനിക്കൊരു ബിസിനസ്സോ കാര്യങ്ങളല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഡൊണേഷൻസ് എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ്, യൂട്യൂബ് വരുമാനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. യൂട്യൂബ് വരുമാനത്തിലൂടെ തന്നെയാണ് ഇത്രയും നാൾ പോയിരുന്നത്. അത് നമുക്ക് അന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 10-15 മക്കളേ ഉള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ നമുക്ക് ടോട്ടല് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40ഓളം മക്കളാണ് ഇപ്പം നമുക്ക് നിലവിൽ ഉള്ളത്. കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, ഇതെൻ്റെ പുതിയ മോനാണ്. ഇത് ഓൾറെഡി എൻ്റെ ഡോഗ് തന്നെയാണ് കേട്ടോ, രാജപാളയം. ഇത് നമ്മളുടെ ഫ്രണ്ടിന്റെ വീട്ടില് ഞാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്ന ടൈമിൽ ഞാൻ കൂട് മേടിച്ച് ആക്കി എല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്താക്കിയതാണ്. ഇവനെ ഞാൻ പപ്പി സ്റ്റേജിലെ അഡോപ്റ്റ് ചെയ്തതാണ്. ഇവിടെ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എത്തിച്ചതാണ്. ഇവനെ ഞാൻ ഒരാഴ്ചയായി ഞാൻ ഇവിടെ എത്തിച്ചിട്ട്. അപ്പോൾ കാരണം ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും ഇതൊരു ന്യൂ ഗസ്റ്റ് ആയിട്ടാണ് തോന്നും. ഇതെൻ്റെ കുഞ്ഞഞ്ഞാണ്, പൂപ്പി എന്നാണ് ഞാൻ പേരിട്ടേണ് കേട്ടോ, പൂപ്പിക്കുട്ടൻ. പിന്നെ നമുക്ക് വേറൊരു പുതിയൊരു അതിഥിയും കൂടി ഉണ്ട്. കുഞ്ഞിനെയും ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. ഇതെൻ്റെ ബ്രൗണിക്കുട്ടി. മൂപ്പര് അമേരിക്കൻ പുള്ളിയാണ്. ഇതെൻ്റെ മോൾ തന്നെയാണ്. ഇവരൊക്കെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ ഇവിടെ ഉള്ളൊരു മക്കൾ മാത്രമല്ല കേട്ടോ. എനിക്ക് ടോട്ടല് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80-ന് മേലെ 83-84 മക്കളുണ്ട് എനിക്ക് ടോട്ടൽ ഇവിടെ അല്ല. ബാക്കി 40 പിള്ളേര് പുറത്താണ്. അപ്പോൾ കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ നിനക്ക് എങ്ങനെയാണ് ഇത്ര ചെലവ് വരുന്നത്, ഈ 40 പട്ടീനെ നോക്കാനായിട്ട് എങ്ങനെയാണ് ഇത്ര ചെലവ് വരുന്നതെന്ന്. തീർച്ചയായിട്ടും ചെലവുണ്ട്. കാരണം ഇതൊക്കെ ഈ 40 മക്കള്, പുറത്തുള്ള 40 മക്കൾ എന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ എനിക്ക് തെരുവിൽ നിന്ന് കിട്ടിയതാ. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ആഗ്രഹപ്രകാരം ഓരോ ഇതിന് മേടിച്ച് തെരുവിൽ കൊണ്ടാക്കിയതാ. അപ്പൊ എനിക്ക് ഇവിടെ 80 ഡോഗ്സിനെ ഇപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റുള്ളൂ. കാരണം വേറൊന്നല്ല, ഇപ്പൊ നമുക്ക് നിലവിൽ ഇവിടെ 40 പിള്ളേരുള്ളതിൽ ഇവിടെ എല്ലാം ഓക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഇവിടെ സ്പേസും കാര്യങ്ങളുണ്ട്. എന്താ അങ്ങോട്ട് പോ. നമ്മുടെ ജിമ്മിച്ചനെയും വിക്കീനും ഒക്കെ നമ്മളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും എന്താ പറയാ, തല്ലുണ്ടാക്കാനായിട്ട് നമ്മുടെ ജിമ്മി റെഡി ആയിട്ട് നിൽക്കുക. ജിമ്മിയാ, എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? ഡേഡി ഒന്ന് ഉപദേശിച്ചു കൊടുത്തേ, എന്റെ മോളുടെ പോലെ ഗുഡ് ഗേൾ ആയിട്ടിരിക്കാൻ പറഞ്ഞേ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 80-90 ഡോഗ്സിന്റെ അടുത്ത് നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെയല്ല, ഇവിടെ അല്ല, നമുക്ക് അപ്പുറത്തെ പ്ലോട്ടിൽ നമ്മളിപ്പോ ഇവിടെ നമുക്ക് ഏകദേശം നമ്മളിപ്പോ നിലവില് ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ഇരിപ്പിടം പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേര് കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമ്മള് ഈ ഒരു ഭാഗത്തെ മരങ്ങളെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നിൽക്കുന്ന കുറെ മരങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇതാക്കിയിട്ട് ഈ ഒരു സ്പേസ് നമ്മൾ ഫുള്ള് ഷെൽട്ടറിന് വേണ്ടി എടുക്കാനായിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അത് എന്താണ് ചേട്ടനൊരു കാര്യം പറയാൻ സമ്മതിക്കോ നീ? അപ്പോൾ ഇതില് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇതിൽ ഇപ്പോഴത്തെ മെയിൻ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത കാര്യം. അത് കടം ഇതുവരെ നമുക്ക് തീർന്നിട്ടില്ല. അതിന്റെ ഇടയിലാണ് എനിക്ക് എക്സാമും കാര്യങ്ങളും. അത് വലിയൊരു
അത് നമുക്ക് ഇടയിൽ നമുക്ക് നല്ല രീതിക്ക് ബ്രേക്ക് വന്നു. നല്ല വലിയൊരു ബ്രേക്കാണ് എടുത്തത്. ഒരു 10 ദിവസത്തിന്റെ അടുത്ത് നമ്മൾ ബ്രേക്ക് എടുത്തു. അതിനിടയിൽ നമ്മുടെ കുഞ്ഞുട്ടിന്റെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു വിശ്വസിക്കുകയാണ്. കുഞ്ഞിനെ പാർവോ വന്നു, അതിനുശേഷം ഡിസംബർ വന്നു, കുഞ്ഞിപ്പോ ഇന്ന് നമ്മൾ വിട്ടു പോയി. സത്യം പറഞ്ഞ വിഷമമുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഒരു ആശ്വാസമുണ്ട്. കാരണം കുഞ്ഞെ എന്നാൽ കഴിയാവുന്ന രീതിക്ക് ഞാൻ കുഞ്ഞിന് വേണ്ടി ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞ് അത്രയും നരകിച്ച് ജീവിക്കണേക്കാളും നല്ലത് കുഞ്ഞ് പൂവ് തന്നെയാണ്. കാരണം ഭക്ഷണം കഴിക്കാൻ ശരിക്കും പറ്റുന്നില്ല, എല്ലൊക്കെ കാണുന്ന തരത്തിലായി കുഞ്ഞ്. അത് കാരണം കൊണ്ട് കുഞ്ഞ് ശരിക്കും അനുഭവിച്ച് കിടക്കണേക്കാൾ ഏറ്റവും നല്ലത് കുഞ്ഞ് പൂവ് തന്നെയാണ്. കാരണം നമുക്ക് കണ്ടുക്കാൻ പറ്റില്ല, അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ കം ബാക്ക് ടു ദ പോയിന്റ്. ഇപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലല്ലേ, നമ്മുടെ ഈ ഒരു തൊഴുത്ത്, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് തൊഴുത്താണ്. നമ്മൾ എന്നിട്ടാണ് നമ്മൾ കൂടും കാര്യങ്ങളൊക്കെ. ഇതേ സെയിം സാധനം നമ്മൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. എന്നുവെച്ചാൽ ഇതേ സെയിം വീതിയിൽ ഇതേ സ്പേസിൽ തന്നെ കുറച്ച് അങ്ങോട്ട് നീക്കും. അതുപോലെ തന്നെ അവിടെയുള്ള കേജുകൾ, ലൈക്ക് നമ്മളുടെ അവിടെ കിടക്കുന്ന ആ പ്ലോട്ടിൽ കിടക്കുന്ന കേജുകളെല്ലാം നമ്മൾ ഇവിടേക്ക് ആക്കാൻ പോവാണ്. എന്നിട്ട് ഈ ഒരു ബൗണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് നമ്മുടെ പീച്ചി ഡാമിന്റെ വെള്ളം പോകുന്ന ഒരു അരുവിയാണ് മഴക്കാലങ്ങളിൽ. അപ്പൊ ഇത് ഫുള്ള് എൻ്റെ പൊന്നു ചെടിയെ, എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? ഓടിയാടുന്നു. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് ഫെൻസ് കെട്ടി, ഫെൻസ് അല്ല, നമ്മൾ ഫുള്ള് ഷീറ്റ് അടിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. എങ്ങനെയാണ് ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ നമ്മൾ ഇത് ബൗണ്ടറി തിരിച്ച് ഈ ഒരു പ്ലോട്ട് മുഴുവൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ടുള്ള പ്ലാനാണ്. എന്ന് വെച്ചിട്ട് ആ പ്ലോട്ട് എടുക്കണില്ല എന്നല്ല, ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. നമുക്ക് ഇവിടെ പാർവോയും മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരെയും നമ്മൾ ഈ ഒരു പ്ലോട്ടിലേക്ക് മാറ്റാണ്. കാരണം നമുക്കിപ്പോൾ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് എടുത്തൊരു പരിപാടിയാണ്. റെസ്ക്യൂ ഇപ്പം ശരിക്കും റിസ്ക് ആണ്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ ഞാൻ എടുത്തു പോകുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ എൻ്റെ 2 മക്കളെ ഞാൻ ഇതിന് മുന്നേ ഞാൻ ഇങ്ങോട്ട് എത്തിച്ചതാണ്. അതല്ലാതെ നമുക്ക് വേറെ 2 കുഞ്ഞുങ്ങളെ എനിക്ക് ഇപ്പോൾ റെസ്ക്യൂവിൻ്റെ ഇത് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് കമൻസ് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും റെസ്ക്യൂ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് റെസ്ക്യൂ എടുത്തേ പറ്റൂ. കാരണം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങിയതും ഈ ഒരു സ്ഥലം നമ്മൾ മേടിച്ചതും. അപ്പം തീർച്ചയായിട്ടും അത് എനിക്ക് ചെയ്തേ പറ്റൂ. എന്നെ ആശ്രയിച്ച് ഇഷ്ടം പോലെ മക്കളിപ്പോഴും തെരുവിൽ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് നമ്മൾ വേഗം തന്നെ ഇത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഇത് കാരണം കൊണ്ടാണ്. കാരണം ഇവിടെ മൊത്തപ്പുതയെ നമ്മൾ തിങ്കളാഴ്ച തൊട്ട് നമ്മൾ പണിക്കാരെ വിളിക്കും. പണിക്കാരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലോട്ട് ഇത് ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പ്ലാനും കൂടെ നമുക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ സാഷപ്പൻ, സാഷപ്പണ്ണേ സാഷപ്പണ്ണനെ വിളിക്കുമ്പോൾ ആരെ വരുന്നത് നോക്കി. നിന്നെ ആരെ വിളിച്ചേ? ഞാൻ സാഷപ്പണ്ണിനല്ലേ വിളിച്ചേ? ആരെ വിളിച്ചാലും ചെടി പെണ്ണാട്ടോ ഓടി വരാം. അപ്പോൾ ഈ ഒരു പ്ലോട്ട് മുഴുവൻ നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഈ കേജിലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഫുള്ള് അറേഞ്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫുള്ള് ഫെൻസ് കെട്ടി ഇവിടെ ഈ ഒരു പ്ലോട്ടിലേക്ക് എല്ലാവരും നമ്മൾ മാറ്റും. കാരണം ഇവിടെ അത്യാവശ്യം നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാതി അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ള കാരണം കൊണ്ട് അത്യാവശ്യം തണലും മഴക്കാലത്താണെങ്കിലും നമുക്ക് സേഫാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പോൾ നമ്മളെ പിള്ളേരുടെ മക്കളുടെ എന്താ പറയുക, ഫുഡിന് വരെ നമ്മളിപ്പോൾ കടം മേടിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. നിനക്ക് എപ്പോഴും പൈസയാണ് ആവശ്യം, അങ്ങനെയൊക്കെയാണെന്ന്. തീർച്ചയായിട്ടും ഇത് കൊണ്ട് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറ്. തീർച്ചയായിട്ടും എല്ലാവരും സഹായങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ തിങ്കളാഴ്ച തൊട്ട് ഞാൻ ഇവിടുത്തെ പണി സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ നിങ്ങൾ മുന്നിൽ നിൽക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ തിങ്കളാഴ്ച പണി തുടങ്ങുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. കാരണം എനിക്ക് ഇനിയും ഇവിടുത്തെ മക്കൾ മാത്രമല്ല, ഇനിയും മക്കൾ വേറെ പുറത്തുണ്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം എന്നെ പ്രതീക്ഷിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. കുറേ പിള്ളേരെ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഇവിടെ ഡിസംബർ പാർവോ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇവിടുത്തെ എല്ലാ വർക്കുകളും നമുക്ക് അവസാനിപ്പിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹകരണങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഇന്നൊട്ട് നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിയാൻ എന്താ പറയുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് പരമാവധി നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആ ഒരു ഹെൽപ്പ് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ
തീർച്ചയായിട്ടും ആ ഒരു ഹെൽപ്പെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണം, നമുക്ക് വേണ്ടി ചെയ്തു തരണം. നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തരണം. പിന്നെ ഇതിൽ പകുതി മുക്കാലും ഇല്ല, കുറച്ചൊക്കെ മക്കളെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ്. നമ്മുടെ ഡോബർമാൻ, അതുപോലെ ഡോബർമാൻ ഫീമെയിൽ, അവരൊക്കെ ആയിട്ട് നമ്മൾ അഡോപ്ഷൻ കൊടുക്കുന്നുണ്ട്. വളരെ ഇതായിട്ട് നിൽക്കുന്ന മക്കളെ മാത്രമേ നമ്മൾ ഇവിടെ നിർത്തുന്നുള്ളൂ. കാരണം ഇവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കുറേ മക്കൾ ഇവിടെ ഉണ്ട്. എസ്പെഷ്യലി ഗോബു, ആമി, ലൂയിച്ചൻ, പിന്നെ പാപ്പു, സാഷ, ഇവരൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവരൊക്കെ റീപ്ലേസബിളാണ്. കാരണം ഇവരൊക്കെ ആൾക്കാർ ഡെയിലി കമൻറ്റിലൂടെ അന്വേഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കാൻ. ഇവിടെ ഓൾറെഡി നമുക്ക് ഇനി ഫെൻസിങ് എന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് ചെയ്യേണ്ട ഈ ഒരു ലെയർ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ട് മൊത്തം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു തൊഴുത്തിൻ്റെ ഈ ഒരു സംഭവം നമ്മൾ അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഓക്കെ. അപ്പം അതിനു മുന്നേ നമ്മൾ ഈ പറമ്പ് മൊത്തം തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ക്ലീനിങ് തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹായങ്ങൾ ഉണ്ടാവണം. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് ഞങ്ങൾ. കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ മക്കളുടെ ഫുഡ് ഷെഡ്യൂൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് കഴിക്കണേ, എങ്ങനെയൊക്കെയാണെന്ന്. എസ്പെഷ്യലി സ്പെഷ്യൽ ഡേയ്സിൽ, നാളെ ഈസ്റ്റർ ആണല്ലോ. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അഡ്വാൻസ് ആയിട്ട് എൻ്റെയും എൻ്റെ മക്കളുടെ വകയും. അപ്പോൾ എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ഇവിടെ നമുക്ക് അങ്ങനെ ആഘോഷങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ മക്കളുടെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷമോ കാര്യങ്ങളോ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരന്മാരെ ആഘോഷിക്കുന്ന കാണുമ്പോൾ സത്യമായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് നല്ലപോലെ അവരെ ആഘോഷിക്കുന്ന പോലെ പോകാനൊക്കെ ആയിട്ട്. പക്ഷെ ഇവരുടെ കാര്യങ്ങൾ ഇട്ടെറിഞ്ഞ് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടെ ജോലിക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളായിരുന്ന പയ്യൻ ഇവിടെ ഉണ്ടാകുന്ന ജോൺ ഈ മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അടുത്ത മാസം തൊട്ട് നമ്മൾ വേറൊരാളെയും കൂടി അന്വേഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരാളാവുന്നവരെ ഞാനിവിടെ നിന്നേ പറ്റൂ. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് നമുക്ക് ആഘോഷങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞ പോലെ ആകെ ഈ പറഞ്ഞ പോലെയാണ് അവസ്ഥ. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ആഘോഷങ്ങളൊക്കെ നമ്മൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എല്ലാവരും കൂടി ഉണ്ടാകുന്നുള്ള വിശ്വാസത്തിലാണ്. കാരണം ഇപ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിങ്ങളടുത്ത് സംസാരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. കാരണം പഴയ ആ ഒരു എനർജി എനിക്കിപ്പോൾ ഇല്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം 5 ലക്ഷത്തിൻ്റെ കടവും പിന്നെ ലാസ്റ്റ് നമ്മൾ ലോൺ അടച്ചത് കടം മേടിച്ചിട്ടാണ്. ഇനി ലോൺ എമൗണ്ട് ഇനി അടുത്തത് വരാനും ഉണ്ട്. 5-ാം തീയതിയാണ് നമ്മുടെ ഡേറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ എത്രാം തീയതി? ഇന്നിപ്പോൾ 19-ാം തീയതി. അടുത്ത എമൗണ്ടിൻ്റെ ഓട്ടങ്ങളിലാണ്. പിന്നെ ഇവിടുത്തെ മക്കളുടെ ചിലവ് കാര്യങ്ങളൊക്കെ കൂടി ആകെ ശരിക്കും പറയുകയാണെങ്കിൽ ആകെ ഒരു ഓട്ടങ്ങളിലാണ്. പക്ഷേ എന്തെങ്കിലും അതിന് നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെ നേട്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളിപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നാളെ കാണാം.